everyone, it's me Savita Charles from Puthurans. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കോട്ടൺ ഹക്കോബയിൽ തന്നെ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. ഇതെല്ലാം തന്നെ ഡിജിറ്റൽ പ്രിന്റിലാണ് ഈ കോട്ടൺ ഹക്കോബയിലുള്ള പ്രിന്റുകളെല്ലാം വന്നിരിക്കുന്നത്. ഇതിന്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിൽ, പ്രൈസ് വന്നിരിക്കുന്നത് 219 പെർ മീറ്ററിലാണ്. നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ ഫ്ലോറൽ പ്രിന്റിലാണ് ഫാബ്രിക് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത പോലെയൊക്കെ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതിന് മുമ്പ് ഒരു ഓർഗൻ സ്റ്റൈലുള്ള ഹക്കോബയുടെ റണ്ണിങ് ഫാബ്രിക് ചെയ്തപ്പോഴുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഏകദേശം ഫാബ്രിക് മാത്രമാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ഡിസൈൻസ് എല്ലാം സെയിം തന്നെയാണ്. നമ്മളിന്ന് കാണുന്നത് കോട്ടൺ ഹക്കോബയിലുള്ളതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ മൊബൈലിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. 10 to 15% കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേൽ പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ കാണുന്നത് ഒരു ഗ്രീൻ കളറിൽ വന്നിട്ടുള്ളതാണ്. ഒരു ഏകദേശം എല്ലാം തന്നെ ഒരു ലൈറ്റർ ടോണിലാണ് പോയിരിക്കുന്നത്. നമ്മളൊരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ളതാണ് കാണുന്നത്. വിത്ത് ലൈനിങ്ങിൽ തന്നെ ചെയ്യണേ. കുറച്ച് പേര് ചോദിക്കാറുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാമോ എന്ന്. ഇല്ല, ഇത് വിത്ത് ലൈനിങ്ങിൽ തന്നെ ചെയ്യണം. ഹക്കോബയാണ്, കോട്ടണിലുള്ളതാണ്, ഡിജിറ്റൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. ഫ്ലോറൽ പാറ്റേൺ ആണ് ഇതിനകത്ത് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് പോയിട്ടുള്ളത്. ഗ്രീൻ കളറിൽ തന്നെ പീച്ച് കളറിലുള്ള പ്രിന്റുകളാണ്. ക്ലോസ് വ്യൂവിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തുള്ള ഹക്കോബയുടെ പാറ്റേണും കളേഴ്സും പ്രിന്റ്സും എല്ലാം തന്നെ മനസ്സിലാകും. നല്ല ഭംഗിയുള്ള പ്രിന്റാണ് പോയിരിക്കുന്നത്. എല്ലാം ഡിജിറ്റൽ പ്രിന്റ് ആണ്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ. പ്രൈസ് വന്നിരിക്കുന്നത് 219 219 രൂപയാണ്. നെക്സ്റ്റ് വൺ അതിൻ്റെ തന്നെ നമുക്ക് കാണാൻ പോകുന്നത് ഒരു പ്രിന്റും ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഹക്കോബയുടെ പാറ്റേണും ഡിഫറെൻ്റ് ആണ്. ഇതിനകത്ത് പോയിരിക്കുന്നത് ഒരു ഓണിയൻ പിങ്ക് ആണ് ഫാബ്രിക്കിൻ്റെ കളർ വന്നിരിക്കുന്നത്. നമുക്ക് പ്രിന്റ് ആദ്യം ഒന്ന് വെച്ച് നോക്കാം എങ്ങനെയാണ് നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരിക എന്നുള്ളത്. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രിന്റ് പോകുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പാറ്റേൺ തന്നെയാണ്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യലൊന്ന് കാണാം. ഇതിനകത്ത് പോയിട്ടുള്ള ആ ഒരു ഹക്കോബയുടെ പ്രിന്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലവേഴ്സിന്റെ പ്രിന്റും ചേഞ്ച് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ലൈറ്റ് വയലറ്റ് കളറിലാണ്. ഇത് കാണുന്നത് ആദ്യം കണ്ടതുപോലത്തെയുള്ള സെയിം ഒരു പ്രിന്റിൽ തന്നെ. അതുപോലെ തന്നെ ഹക്കോബയുടെ പാറ്റേണും ആദ്യം കണ്ട ആ സെയിം പാറ്റേണിൽ തന്നെയാണ്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഈ ഡ്രസ്സ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഫാബ്രിക് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ്. സ്മൂത്ത് ആയിട്ടുള്ള കളറാണ്. അതിനകത്ത് പോയിരിക്കുന്ന പ്രിന്റും ഡിജിറ്റൽ പ്രിന്റ് ആണ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഹക്കോബ പാറ്റേൺ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. 219 219 രൂപയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ ആദ്യം കണ്ടില്ലേ ഒരു ഹക്കോബ പാറ്റേൺ ഡിഫറെൻ്റ് ആണെന്നുള്ളത്. ആ ഫാബ്രിക്കിന്റെ തന്നെ വേറൊരു കളറാണ് കേട്ടോ. ഒരു ഗ്രേ കളർ എന്ന് നമുക്ക് പറയാം. ആ ഒരു ടോണിലാണ്. ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ഗ്രേ ആണ് കേട്ടോ. മറ്റേ സ്മോ ഗ്രേ അല്ല, അങ്ങനെയുള്ളൊരു ഗ്രേയിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റ് തന്നെയാണ്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ ഇതിനകത്ത് പോയിരിക്കുന്ന ഹക്കോബ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ അതിന്റെ പ്രിന്റും ഡിഫറെൻ്റ് ആണ് കേട്ടോ. 219 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. 219 രൂപയാണ് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ഡിസൈൻ നോക്കാം. നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത്. കാണാവുന്നതാണ്. ഫ്ലോറൽ പാറ്റേൺ ആണ്. അതുപോലെ തന്നെ ഹക്കോബയിലാണ് വന്നിരിക്കുന്നത്. കോട്ടൺ ഹക്കോബയിലാണ്. ഞാൻ വെച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ഫാബ്രിക് പോകുന്നത്. ഇതിൻ്റെ ഹക്കോബയ്ക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടിരുന്നത് പോലെ തന്നെ ഹക്കോബയുടെ പാറ്റേണും കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് കോട്ടൺ ഹക്കോബയിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. 2 തരത്തിലുള്ള ഹക്കോബ പാറ്റേൺ ആണ് ഇതിനകത്ത് പോയിരുന്നത്. അതുപോലെ തന്നെ പ്രിന്റും 2 തരത്തിലുള്ളതായിരുന്നു. എല്ലാം ഡിജിറ്റൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 219 രൂപയാണ് പെർ മീറ്റർ ഇതിന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് പോയിരിക്കുന്ന പ്രിന്റ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റുകൾ തന്നെയായിരുന്നു. നല്ല സ്മൂത്ത് ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത്. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ട വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഔട്ടാകുന്ന വീഡിയോയുടെ പിക്ചർ നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാനും അതിൽ നിന്ന് പിക്ചർ കണ്ട് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മളെല്ലാം തന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്.
അപ്പോൾ നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല, വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് പേരൊക്കെ അത് ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ആ നമ്പർ ചേഞ്ച് ആയി നിങ്ങളുടെ മണി തന്നെ ലോസ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ QR കോഡ് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ QR കോഡ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം സാധിക്കുന്നതാണ്. അങ്ങനെ അറിയുന്നില്ല കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ നോക്കി വളരെ ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി 500 എബവ് വരുന്ന ബില്ലുകളെല്ലാം കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരളയ്ക്ക് നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 500 ബിലോയ്ക്ക് വരുന്നതിനും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന്. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDC ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക. അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ കുറച്ച് പേര് ചോദിക്കുന്നതാണ് ഷോപ്പിൽ അവൈലബിൾ ആണോ? അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആകുന്ന ഡേ മോർണിംഗ് സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറയട്ടെ, അങ്കമാലി ടൗണിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു മൊബൈലിൽ തന്നെയാണ്. ഒരു ഫിൽറ്ററും ഇല്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഒരു 10 to 15% കളർ വേരിയേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ വാങ്ങിക്കാനായിട്ട്. നമ്മളിത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു ഫിൽട്രേഷനുള്ള വെച്ചിട്ടല്ല നമ്മളിത് പർച്ചേസ് ചെയ്യുന്നതെങ്കിലും ഫോട്ടോയും വീഡിയോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. മാക്സിമം ഞാൻ കാണിക്കാവുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഒന്നും തന്നെ നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒത്തിരി ഫാബ്രിക്സ് വെച്ച് ചെയ്യാറുണ്ട്. മൊഡാല്, സെമി ടസർ, കോട്ടൺ ലിനൻ, പ്യുർ കോട്ടൺ, പ്യുർ ഹാൻഡ് ബ്ലോക്ക് കോട്ടൺ എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. പ്യുർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് മസ്റ്റായിട്ട് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണേ. അപ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഞാൻ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക് അതിനകത്ത് 3 മണിക്കൂർ വയ്ക്കുക. അതിന് ശേഷം വേണം അതെടുത്ത് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ക്ലോത്ത് ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഡിസൈനർ ടീമിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം: 8891060225, 8891060225. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9:30 AM മുതൽ ഈവനിങ് 7:30 PM വരെയാണ്. നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം രാവിലെ ആയിരുന്നു എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ്. പിന്നീട് അത് 2 ഉച്ച കഴിഞ്ഞത്തേക്ക് മാറ്റി. ഇപ്പോൾ നമ്മൾ പിന്നെയും പഴയതുപോലെ തന്നെ രാവിലെ 7:30 മുതലാണ് നമ്മൾ വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ 3 വീഡിയോ ആയിരിക്കും റണ്ണിങ് ഫാബ്രിക്സിൻ്റെ ഉണ്ടാവുക. 7:30 AM, 8 AM, 8:30 AM. പിന്നെ 9 AM, 9:30 AM വരുന്നത് കോട്ടൺ ഷർട്ടിങ്ങോ അല്ലെങ്കിൽ കുർത്തയോ സാരിയോ ടേബിൾ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ഒരു സമയത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു 10:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റിംഗ് കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, 9:30 AM ഷോപ്പ് വർക്ക് ആവുന്നത്, 7:30 AM വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് ഒന്ന് മനസ്സിൽ എല്ലാവരും കരുതണം. അതുപോലെ തന്നെ കുറേ മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഡിലേ വരുന്നത്. അതല്ലാതെ നമ്മൾ ആരെയും മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ പർച്ചേസ് ചെയ്യാനായിട്ട്. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.